പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ അതിന് ഒരുപാട് നല്ല കമൻറ്റും മോശം കമൻറ്റും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എന്താണ് അത് ഓരോരാൾക്കും വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടല്ലേ, ഓരോരാൾക്കും അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പോൾ അത് എന്താണ്, നമ്മൾ എന്ത് തന്നെയായാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുക, അത്രയേ എനിക്ക് പറയാനുള്ളൂ. സത്യത്തിൻ്റെ കൂടെ മാത്രം നിൽക്കുക. സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും, നമ്മളെ കണ്ണൻ, ഗുരുവായൂർ കണ്ണൻ്റെ രാധയാണ് ഞാൻ. അതുപോലെ തന്നെ ഗുരുവായൂർ മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് ഒരു പെൺകുട്ടി ഒരു പെണ്ണ് തന്നെ കാണിച്ചു കൂട്ടുന്ന, എന്താ പറയാന്നൊന്നും അറിയില്ല, ഒരുപാട് പ്രഹസനാണോ അല്ല ഒറിജിനലാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന ഒരു സംഭവം. എല്ലാവരും എന്താണ് ആദ്യമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ഇതൊക്കെ എന്താണ് നിങ്ങൾ പറ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു വീഡിയോ കണ്ടു നോക്കാം, എന്താണ് അവർക്ക് സംഭവിച്ചത്, സംഭവം എന്താണെന്നുള്ള ഒരു 2 വീഡിയോ ഉണ്ട്. അത് രണ്ടും കൂടെ ഞാൻ ചേർത്തിട്ടിടാം. അത് നിങ്ങൾ ഫസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ, അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. അച്ഛനല്ല, അത് ഓർത്ത് വെക്കുക. കണ്ണൻ എന്ന് പറയുന്നത് നിങ്ങളെയൊന്നും തറവാട്ട് സ്വത്തല്ല. നിങ്ങൾ വന്നിട്ട് ഞാൻ ഗുരുവായൂർ കേറ്റാത്ത രീതിയിൽ ആക്കാൻ നോക്കിയാല് എന്താ സംഭവിക്കാന്നറിയോ? കാണിച്ചു തരാം. ഞാനിതേ തട്ടെങ്ങനെ അങ്ങോട്ടും ഊരി വെക്കും, എന്നിട്ടിതേ ഇങ്ങനെ ഒരു ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരിച്ച യുവതിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസാണ് കേസെടുത്തത്. അശ്വിൻ പാലാഴിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. അശ്വിൻ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഈ സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവുന്നത്? അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടു അല്ലേ, ജസ്ന സലീം എന്ന് പറയുന്ന, അവരെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. കാരണം അവർ എന്താണ് കണ്ണനെയൊക്കെ വരച്ച് അമ്പലത്തിലൊക്കെ ഒരുപാട് കണ്ണൻ്റെ ഫോട്ടോയും അതും ഇതൊക്കെ കൊടുത്ത് എല്ലാവർക്കും അയച്ചു കൊടുത്തു. അങ്ങനെ എങ്ങനെയൊക്കെ വളരെ പ്രശസ്തയായ ഒരാളാണ്. പക്ഷേ ഉള്ളിൽ എന്താണ് എന്നുള്ളത് ഇപ്പാണ് മനസ്സിലാകുന്നത്. ഇങ്ങനെ റീൽസ് ഇട്ട് കണ്ണനെയും പറഞ്ഞുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കറങ്ങി നടന്ന് പിന്നെ എന്തൊക്കെയാണ് അവർ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ എന്താ ചെയ്തതെന്ന് അവർക്ക് വല്ല ബോധവും ഉണ്ടോ? എടോ, കണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും പൊതുസ്വത്തൊന്നുമല്ല എന്ന് വെച്ചിട്ട് അവിടെ കയറി ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്ത് തന്നെയായാലും ദേവസ്വം ബോർഡ് ഒരു നല്ല കാര്യം ഇപ്പോൾ ചെയ്തിരിക്കുന്നു, അത് നമുക്ക് പറയാതെ വയ്യ അല്ലേ. ഇതുപോലെയുള്ള ഈ കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരും പ്രതികരിക്കും. അതേ ഇപ്പോൾ അമ്പലത്തിലുള്ളവർ പ്രതികരിച്ചിട്ടുള്ളൂ. അതിൽ അവരെ കൂടെ നിന്നേ പറ്റുള്ളൂ അല്ലേ. അവർ ചെയ്തതൊരു നല്ല കാര്യം ദേവസ്വം ബോർഡ് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ കാര്യങ്ങളൊക്കെ. എന്താ പറയുന്നത്, പെണ്ണിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അവിടെ പോയിട്ട് കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു, കണ്ണൻ്റെ കഴുത്തിൽ കൊണ്ടുപോയി തുളസിമാല ഇട്ട് കൊടുക്കുന്നു. കണ്ണൻ വരക്കുന്നത് കുറേ മുന്നേ ഞാൻ ഒരു ചാനലിൽ തന്നെ ആരോ പറഞ്ഞത് കണ്ടിട്ടുണ്ടായിരുന്നു. ട്രേസ് എടുത്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്, ഈ കണ്ണനെ വരച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇതിങ്ങനെ ഉറങ്ങുന്ന ഒരുമാതിരിയുള്ള കണ്ണനെയൊക്കെയാണ് ഉണ്ടാക്കി വിടുകയൊക്കെ ചെയ്യുന്നത്. എന്താണ് ഇതൊക്കെ, ഇതിലാണ് ചെയ്യുന്നതെന്നൊന്നും നമുക്ക് അറിയാതെ പറയാനും പറ്റില്ല അല്ലേ. എന്ത് തന്നെയായാലും ആരെയും വെല്ലുവിളിച്ചുകൊണ്ടോ ഇതാക്കിക്കൊണ്ടോ നമുക്കൊന്നും നേടാനാവില്ല. എന്തായാലും അവർക്ക് എതിരെ കേസ് പോയിട്ടുണ്ട്. ഇനി വിഷു എവിടെയാണ് ആഘോഷിക്കുക, അവരിനി ജയിലിലേക്ക് പോകുന്നൊന്നും നമുക്കറിയില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്നലെയും ഇന്നുമായിട്ട് മൊത്തം ഇതാണ് വിഷയമായിട്ടുള്ളത്. ജസ്ന സലീം അവരെന്താണ് കണ്ണനെ അങ്ങ് ഉറഞ്ഞു തുള്ളുവാണ്. എന്താ നമുക്കൊന്നും കണ്ണനെ ഇഷ്ടമില്ലായിട്ടാണോ? നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ നമ്മൾ ദിവസേന വിളിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ഇഷ്ട ദൈവം തന്നെയാണ് എന്ന് വെച്ച് നമ്മൾ ഇതുപോലെ ഓരോ കോപ്രായങ്ങൾ നമ്മളെല്ലാം കാണിക്കുന്നുണ്ടോ? ഇനി സോഷ്യൽ മീഡിയയിലായാലും എവിടെ തന്നെ ആയാലും ഭക്തി മനസ്സിലാണടോ. ഇതെന്ന് പറഞ്ഞാൽ അമ്പലത്തിലും പരിസരത്തൊക്കെ പോയി റീൽസ് എടുക്കുക, റീച്ചാക്കുക, ഇതൊക്കെ ആയിരിക്കാം ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് എന്ന് പറഞ്ഞാൽ ഒരു പരിശുദ്ധമായ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുമ്പോൾ അതിനെ താങ്ങുന്ന കുറേ ആൾക്കാരാണ്. ആ താങ്ങുന്നവർക്കാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് ആദ്യം തൊട്ടേ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു ഉടായ്പ് മണക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളൊക്കെ സാധാരണക്കാരാണല്ലേ, നമുക്കൊന്നും പറയാൻ അവകാശമില്ല. ഇനി അഥവാ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിനെ എതിർക്കാനും നമുക്കിട്ട് പണിയാനൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ കമൻസും അതും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അവർ സത്യമൊന്നും അന്വേഷിക്കില്ല. അവർക്ക് എന്താണ് ഇതിൽ അവർക്ക് കിട്ടുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ
എന്തോ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഒരാൾക്കൊന്നും പറയാൻ കഴിയില്ല അല്ലേ. നമ്മൾ പല വീഡിയോസും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്താണ് ന്യൂസും ഒക്കെ കണ്ടിട്ടായിരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരൊക്കെ ചെയ്യുന്നുണ്ടാവുക അല്ലേ. എന്ത് തന്നെയായാലും ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അവസാനം കണ്ണനെ തന്നെ മടുത്ത് കാണും, നമ്മളെ ഗുരുവായൂരപ്പൻ തന്നെ മടുത്ത് കാണും ഈ പെണ്ണിൻ്റെ പ്രസനം കണ്ടിട്ട്. അതുകൊണ്ട് ഗുരുവായൂരപ്പൻ തന്നെ വലിയൊരു പണി കൊടുത്തു എന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.